ഹായ് ഇഖ്വാൻ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാൽ ആണ്. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ വരെ നമ്മൾ പഠിച്ചു. ദാൽ ദാൽ എഴുതുന്ന രൂപം വളരെ സിമ്പിളാണ്, നമുക്ക് പഠിക്കാം. അത് വര വരക്കാണ്. സാധാരണ നമ്മൾ ദാലൊക്കെ എഴുതാറുണ്ട്. അതെങ്ങനെ എഴുതല്? സാധാരണ എഴുത്ത് പഠിക്കാത്തവർ എഴുതുന്ന രൂപമാണ് ഇത്. ഒരു അർദ്ധവൃത്തമാണ്, പകുതി വൃത്തം. ഇത് തന്നെയാണ് ദാൽ, അതിന്റെ യഥാർത്ഥ രൂപം. നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങുക. ഉണ്ടോ? എന്നിട്ട് വേണം ദാൽ. നേരെ ഇങ്ങനെ ചെയ്തല്ല, മുകളിൽ നിന്നൊരു വളഞ്ഞ അരിഫ് പോലത്തെ ഇത് വരച്ചിട്ട്. ഇതിന് പ്രത്യേകത, ഇത് വരയോട് ചേർന്ന് വരണം. എങ്ങനെ എഴുതാൻ പാടില്ല എന്നർത്ഥം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പാടില്ല, വരയോട് ചേർന്ന് വരണം അടിഭാഗം. മറ്റൊരു കാര്യം, ഈ ഭാഗത്തിനേക്കാൾ കുറച്ച് കവിഞ്ഞു നിൽക്കണം ഈ ഭാഗം. ഉണ്ടോ? സമം വരരുത്. ഇങ്ങനെ വരാൻ പാടില്ല, ഇങ്ങനെ വരാൻ പാടില്ല. ഇത് എന്ത് ചെയ്യണം? കുറച്ച് കഴിഞ്ഞ് നിൽക്കണം. അതാണ് അതിൻ്റെ എഴുതുമ്പം ഉള്ളൊരു പ്രത്യേകത. ഒന്നുകൂടി കാണിച്ചു തരാം. ദാൽ ദാൽ. ഈ അടിഭാഗം വരയോട് സമമായിട്ട് വന്നു. ഈ ഭാഗം, മുകൾ ഭാഗം അടിഭാഗം സമല്ല, അടിഭാഗം കുറച്ച് തള്ളി നിൽക്കണം. ഇതാണ് ദാൽ. ഇത് തനിച്ച് എഴുതുന്ന ദാലാണ്. കൂട്ടി എഴുതുമ്പോഴോ? കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ വരാം. ആദ്യ ഭാഗം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെയല്ല വന്ന്, എന്നാൽ കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ വരാം നേരെ. മറ്റൊരു അക്ഷരമായിട്ട് കൂട്ടി ചെയ്ത് നോക്കാം. ഭാവുമായി കൂട്ടി ചെയ്താ ഏത് അക്ഷരമായിട്ട് കൂട്ടി ചെയ്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ കൂട്ടി നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയം. ഉദാഹരണം ജീവുമായി കൂട്ടി ചെയ്ത് കേട്ടോ, ഇങ്ങനെ മുകളിലേക്ക് വരിക. ആദ്യത്തെ ഇത് മുകളിലേക്ക് വന്നിട്ട് ആ താഴ്ഭാഗം ഇവിടെ വരയോട് ചേരാൻ പാടില്ല. വരയിൽ നിന്ന് അല്പം പൊങ്ങിക്കുക. ഒരുപാട് പൊങ്ങിയിട്ട് ഇങ്ങനെ പൊങ്ങിക്കണ്ട, വരയിൽ നിന്ന് അല്പം പൊങ്ങിക്കുക. ഓക്കെ, അത് ദാല് കൂട്ടി എഴുതുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ബദറുന്ന് ഇതാണെങ്കിൽ ബായില് ദാല് കുറച്ച് പൊക്കിയതാണ്. ബദറുൻ. ജദ്ദുൻ. ഇമേല് ദാല് കുറച്ച് പൊക്കി. ദാല് തനിച്ച് എഴുതുന്ന രൂപം, ദാല് കൂട്ടി എഴുതുന്ന രൂപം.